ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാനൊരു പുതിയ ഐറ്റമായിട്ടാണ് വന്നിട്ടുള്ളത്. തെങ്ങിൻ പൂക്കില എല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ? തെങ്ങിൻ പൂക്കില കൊണ്ട് നമ്മൾ ലേഹ്യം ഉണ്ടാക്കും, പായസം ഉണ്ടാക്കും, അങ്ങനെ വരുന്നൊക്കെ. അപ്പോൾ പുട്ട് ഉണ്ടാക്കിയിട്ട് ഇതുവരെ കഴിച്ചിട്ടുണ്ടോ ആരെങ്കിലും? ആരും കഴിച്ച് കാണത്തില്ല. പുതിയ റെസിപ്പിയാണ്. അപ്പോൾ പൊൻകതിർ പുട്ടുപൊടി എടുക്കുക. നമ്മൾക്ക് എത്ര പേരാണുള്ളത് വെച്ചാൽ അതിനനുസരിച്ച് പുട്ടുപൊടി അതിൻ്റെ പകുതി എടുത്താൽ മതിയോ? പകുതിയല്ല, മുക്കാൽ ഭാഗം എടുത്താൽ മതിയോ? ബാക്കി ഒരു അരക്കപ്പിലേക്ക് ഒരു പിടി ഈ പൂക്കില കുരുന്ന് ഇളം തണ്ടാണ് കേട്ടോ. തീരെ ചെറിയ പൂക്കിലയാണ്, വിരിഞ്ഞിട്ടില്ല, വിരിയാത്ത പൂക്കിലയാണ്. വിരിയാത്തൊരു പൂക്കിലയാണ്, അതാണ് ഞാൻ എടുത്തത്. അപ്പോൾ അതിൽ നിന്ന് ഒരു പിടി എടുത്തിട്ട് ഒരു ഗ്ലാസ് അരിയിലേക്ക് ഇടുക. അതിനകത്ത് ഉപ്പിടുക. എന്നിട്ട് മിക്സിയിലൊന്ന് കറക്കുക. അപ്പോൾ നനവ് കറക്റ്റാവും. അങ്ങനെ ഞാൻ ശരിയാക്കി വെച്ചേക്കുന്നതാണ് ഈ പുട്ടുപൊടി. അപ്പോൾ നനവ് കറക്റ്റായി. ഈ അരിപ്പൊടിയും ഒരു ഗ്ലാസ് അരിക്ക് ഒരു പിടി പൂക്കില. തെങ്ങിൻ പൂക്കിലയുടെ ഗുണം എല്ലാവർക്കും അറിയാമല്ലോ. നമുക്ക് നടുവേദന, സന്ധിവേദന അങ്ങനെയുള്ളവർക്കൊക്കെ വളരെ നല്ല പ്രസവാനന്തര ശുശ്രൂഷയ്ക്കും കുട്ടികൾക്ക് പാല് കൂടുതലുണ്ടാവാനും ഒക്കെ നമ്മൾ തെങ്ങിൻ പൂക്കില ലേഹ്യമൊക്കെ കഴിക്കാറുണ്ട്, അറിയാമല്ലോ അല്ലേ? അപ്പോൾ ഈ തെങ്ങിൻ പൂക്കില കൊണ്ട് പുട്ടുണ്ടാക്കി ആരും കഴിച്ചു കാണത്തില്ല. ഇത് ഞാൻ പണ്ട് ആൻറ്റിയുടെ വീട്ടിൽ പോയപ്പോൾ പൂക്കാട്ടുപടിയിൽ ഒരു ആൻറ്റി ഉണ്ട്, ആൻറ്റിയുടെ വീട്ടിൽ പോയപ്പോൾ കഴിച്ചതാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു തെങ്ങിൻ പൂക്കില കിട്ടിയപ്പോൾ ഒരു പുട്ടുണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാണ് ഞാനിത് പൊടിക്കുമ്പോൾ ഇത് തെങ്ങിൻ പൂക്കിലെ പുട്ടുപൊടിയും പൊടിക്കുമ്പോൾ ഞാൻ കുറച്ച് തേങ്ങയും കൂടെ മിക്സ് ചെയ്തായിരുന്നു കേട്ടോ. തേങ്ങയും ഉപ്പും കൂടെ മിക്സ് ചെയ്തായിരുന്നു. അപ്പോൾ നമുക്ക് പുട്ടുണ്ടാക്കാം. അങ്ങനെ നമ്മുടെ പുട്ട് ആവി കയറി റെഡി ആയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ പുട്ടും കടലക്കറിയും റെഡി ആയിട്ടുണ്ട്. കടല നല്ലപോലെ വേവിച്ച് ഇഞ്ചി പച്ചമുളക് വേപ്പില എല്ലാം ഇട്ട് വേവിച്ച് തേങ്ങയും മല്ലിപ്പൊടിയും മുഴുവൻ മല്ലിയും തേങ്ങയും ഉള്ളിയും വെളുത്തുള്ളി എല്ലാം കൂടി വറുത്തരച്ചിട്ട് കറിവേപ്പിലയൊക്കെ ഇട്ട് വറുത്തരച്ചിട്ടുള്ള കറിയാണ് കടലക്കറി. നല്ല ടേസ്റ്റാണ് ഇതിൻ്റെ കൂടെ. അപ്പോൾ ഞാൻ ഈ പുട്ട് എൻ്റെ കല്യാണം കഴിഞ്ഞത് 1980-ലാണ്. അന്ന് കഴിച്ചിട്ടുള്ളതാണ്. അന്ന് ആൻറ്റിയുടെ വീട്ടിൽ അച്ഛൻ്റെ ഇളയ പെങ്ങളായ സുമതി ആൻറ്റിയുടെ വീട്ടിൽ പോയപ്പോൾ ഞങ്ങൾക്ക് പുതിയ റെസിപ്പിയോട് കൂടിയിട്ടുള്ളൊരു പുട്ട് സമ്മാനിച്ചതാണ്. ഭയങ്കര ടേസ്റ്റായിട്ടാണ് എനിക്ക് അന്ന് തോന്നിയായിരുന്നു. ആ രുചി ഇപ്പോഴും വായിലുള്ളതുകൊണ്ടാണ് ഞാൻ ട്രൈ ചെയ്തത്. ഇന്ന് എൻ്റെ വീട്ടിലെ തെങ്ങ് വെട്ടി പൂക്കൽ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ ഞാനതൊന്ന് ട്രൈ ചെയ്യാമെന്ന് വെച്ചു. നല്ല ടേസ്റ്റാണ് കേട്ടോ. നല്ല ടേസ്റ്റ് വെച്ചാൽ നല്ല ടേസ്റ്റാണ്. അടിപൊളി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. ഹെൽത്തി ഫുഡെന്ന് വെച്ചാൽ നമ്പർ 1 ഹെൽത്തി ഫുഡാണ്. കല്യാണം കഴിഞ്ഞവർക്കും കുട്ടികളുള്ളവർക്കും നടുവേദനയുള്ളവർക്കും ബോഡി പെയിൻ, മസ്കുലർ പെയിൻ എല്ലാത്തിനും നല്ലതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. പിന്നെ കുഞ്ഞു മക്കളുള്ളവർ പാല് പ്രസവിച്ച് കുട്ടികൾക്ക് പാലില്ലാത്ത അമ്മമാർക്ക് ഇത് കഴിക്കാൻ നല്ലതാണ്, വളരെ നല്ലതാണ്. പുട്ടായിട്ട് കഴിക്കുമ്പോൾ ആരും ലേഹ്യം തിന്നുന്ന അത്രയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല. മധുരമില്ല അതിൽ. ലേഹ്യം അമ്മ മധുരമൊക്കെ ഇട്ട് ഉണ്ടാക്കണമെന്ന് ഇപ്പോഴത്തെ പിള്ളേർക്ക് മധുരം ചെന്നിട്ടുണ്ടെങ്കിൽ തടി വയ്ക്കും, അങ്ങനെയുള്ള ചിന്തയൊന്നും വേണ്ട. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്യുക എല്ലാവരും. ഓക്കെ. അപ്പോൾ ഈ പുതിയ റെസിപ്പി നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നല്ലോ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ റെസിപ്പീസ് തീർച്ചയായിട്ടും വരുന്നതാണ്. ഇനി വെറൈറ്റി ഡിഷസാണ് വരുന്നത്. അത് ഹെൽത്തിയാണ്. അതുകൊണ്ട് എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ. ഓക്കെ, ബൈ.